കുടുംബമാണ് എല്ലാം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മിക്ക കേസുകളിലും ഇത് സത്യമാണ്. എന്നാൽ മറ്റുള്ളവയിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ തന്നെ നമ്മുടെ ഏറ്റവും മോശം പേടി സ്വപ്നങ്ങളായി മാറിയേക്കാം. വിഷലിപ്തമായ ഒരു സഹോദരൻ മുതൽ നിങ്ങളെ എപ്പോഴും കുറ്റബോധം തോന്നിപ്പിക്കുന്ന മാതാപിതാക്കൾ വരെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളെ ഉണ്ടാക്കുവാനോ തകർക്കുവാനോ കഴിയും. നിങ്ങൾ ഒഴിവാക്കേണ്ട 7 തരം കുടുംബാംഗങ്ങൾ ഇതാ. 1. ഹെലികോപ്റ്റർ മെമ്പേഴ്സ്. ഹെലികോപ്റ്റർ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നിയന്ത്രിക്കാനും ആജ്ഞാപിക്കാനും ശ്രമിക്കുന്ന, നിങ്ങളുടെ ചുറ്റും നിരന്തരം ചുറ്റിത്തിരിയുന്ന ഒരു പ്രവണത ഉണ്ട്. നിങ്ങളുടെ കരിയർ പാതയിൽ നിർബന്ധിക്കുന്നത് മുതൽ നിങ്ങൾ ആരെ വിവാഹം കഴിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നതുവരെ അവർ നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഹെലികോപ്റ്റർ അംഗങ്ങളുടെ ഒരു പൊതു പ്രശ്നം, അവർ നിങ്ങളെ ഒന്നും അറിയാത്തവർ എന്ന നിലയിലാണ് എപ്പോഴും കാണുന്നത്. ഇത് നിങ്ങളെ നിയന്ത്രണത്തിനും കൃത്രിമത്വത്തിനും എളുപ്പമുള്ള ലക്ഷ്യമാക്കി മാറ്റുന്നു. നിങ്ങളുടെ ആശയങ്ങളോ സ്വപ്നങ്ങളോ സാധുവാണെങ്കിൽ പോലും അവർ അതൊക്കെ നിരസിക്കുകയും അവരുടെ പദ്ധതികൾ പിന്തുടരുവാൻ നിർബന്ധിക്കുകയും ചെയ്തേക്കാം. അത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതല്ലെങ്കിൽ പോലും നിങ്ങളെ അവർ നിർബന്ധിക്കും. നിങ്ങൾ അത്തരം നിയന്ത്രണം എത്രത്തോളം അനുവദിക്കുന്നുവോ അത്രയും കാലം അത് ദീർഘകാല അടിസ്ഥാനത്തിൽ കൂടുതൽ നാശമുണ്ടാക്കും. സ്വാതന്ത്ര്യം നേടാനും സ്വന്തം സഹജ വാസനകളിൽ വിശ്വാസം വളർത്തിയെടുക്കാനും ശ്രമിക്കുന്ന മുതിർന്നവർക്ക് ഇത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതാക്കുന്ന ആളുകളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് നിങ്ങളെ മറ്റൊരാളുടെ ജീവിതം നയിക്കുവാൻ ഇടയാക്കും. തീർച്ചയായും നമുക്കെല്ലാവർക്കും ചിലപ്പോൾ മാർഗനിർദ്ദേശം ആവശ്യമാണ്. പക്ഷേ പരിചരണത്തിന്റെ മറവിൽ കൃത്രിമം കാണിക്കുന്നതിന്റെ കെണിയിൽ വീഴാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും ഹെലികോപ്റ്റർ അംഗങ്ങൾ സ്വന്തം അരക്ഷിതാവസ്ഥയോ പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങളോ ആണ് നയിക്കുന്നത്. അവർ സ്വയം പരാജയങ്ങളായി കാണുകയും നിങ്ങളിലൂടെ ജീവിക്കുവാൻ ശ്രമിക്കുകയും അവർക്ക് കഴിയാത്തത് നേടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. 2. അർഹതയുള്ള കുടുംബാംഗങ്ങൾ. നിങ്ങളത് നേടാൻ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്കുള്ളത് തങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്ന് അർഹതയുള്ള കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പോരാട്ടങ്ങളിൽ എവിടെയും അവരെ കണ്ടെത്താനായില്ലെങ്കിലും നിങ്ങളുടെ പണത്തിൻ്റെയും അവസരങ്ങളുടെയും വിജയത്തിൻ്റെയും ഒരു പങ്ക് അവർ ആവശ്യപ്പെടുന്നു. ഈ ആളുകൾ നിങ്ങളുടെ ത്യാഗങ്ങളോ രാത്രി വൈകി അധ്വാനിക്കുന്നതോ കാണുന്നില്ല. പക്ഷേ കാര്യങ്ങൾ നന്നായി നടക്കുമ്പോൾ അവർ മാന്ത്രികത പോലെ പ്രത്യക്ഷപ്പെടുന്നു, നിയന്ത്രിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെടാത്തപ്പോൾ അവർ കോപിക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളെ പേരുകൾ വിളിക്കുകയും നന്ദി കെട്ടവരെന്ന് മുദ്ര കുത്തുകയും ചെയ്യുന്നു. അവർക്ക് എന്താണ് വേണ്ടത് എന്നത് മാത്രമല്ല, അത് ലഭിക്കാതെ വരുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണ്. ഇതുപോലെയുള്ള അംഗങ്ങളുടെ പെരുമാറ്റം തിരിച്ചറിയുകയും നിങ്ങളുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിന് ഉറച്ച അതിരുകൾ നിശ്ചയിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. അതിനർത്ഥം നിങ്ങൾ നൽകുന്ന സമയം, പണം അല്ലെങ്കിൽ ഊർജം പരിമിതപ്പെടുത്തുക എന്നതോ ഇല്ല എന്ന് പറയാൻ പഠിക്കുകയോ ആകാം. ആവശ്യമുള്ളപ്പോൾ സമ്പർക്കം പൂർണ്ണമായും പരിമിതപ്പെടുത്തുക എന്നതോ ആകാം. ആരോഗ്യകരമായ പരിധികൾ നിശ്ചയിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ക്രൂരനാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുകയാണെന്നാണ്. 3. ദി ഇൻവേഡേഴ്സ്, അധിനിവേശക്കാർ. വ്യക്തിപരമായ അതിരുകളിൽ വിശ്വസിക്കാത്ത കുടുംബാംഗങ്ങളാണ് അധിനിവേശക്കാർ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുവാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അവർ കരുതുന്നു. അവർ നിങ്ങളുടെ ബന്ധങ്ങളിലും വീട്ടിലും നിങ്ങളുടെ വിവാഹത്തിനു പോലും ക്ഷണിക്കപ്പെടാതെയും സ്വാഗതം ചെയ്യപ്പെടാതെയും കടന്നുകയറ്റം നടത്തുന്നു. ഉദാഹരണത്തിന്, ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധുക്കളെ എടുക്കുക. അവരിൽ ചിലർ നിങ്ങളുടെ വിവാഹത്തിൽ സ്വന്തം നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചേക്കാം. നിങ്ങളുടെ പങ്കാളിയോട് എങ്ങനെ പെരുമാറണമെന്ന് നിർദ്ദേശിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് പാചകം ചെയ്യാൻ അറിയാത്തതുപോലുള്ള നിസാര കാര്യങ്ങൾക്ക് വിവാഹമോചനത്തിന് വരെ പ്രേരിപ്പിക്കാം. നിങ്ങൾ വഴക്കിടുമ്പോൾ അവർക്കറിയാം. നിങ്ങളുടെ പാർട്ട്ണർ വൈകി വീട്ടിലെത്തുമ്പോൾ അവർക്കറിയാം. അവരുടെ അഭിപ്രായങ്ങൾ കുത്തിവയ്ക്കാൻ അവർ ഒരിക്കലും മടിക്കില്ല. ഇടയ്ക്കിടെയുള്ള ചെക്ക് ഇന്നുകൾ നല്ലതാണെങ്കിലും നിങ്ങളുടെ സ്വകാര്യത നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ അത് വിഷലിപ്തമാകും. ചിലർ അത് പരിചരണമായി വേഷം മാറിയേക്കാം, പക്ഷേ പലപ്പോഴും അത് നിയന്ത്രണത്തെക്കുറിച്ചാണ്. 4. കുറ്റബോധം പ്രകടിപ്പിക്കുന്നവർ, ദ ഗിൽറ്റ് ട്രിപ്പേഴ്സ്. നിങ്ങൾക്ക് നേരിടാൻ കഴിയുന്ന ഏറ്റവും കൃത്രിമമായ കുടുംബാംഗങ്ങളിൽ അത് ഇവരാണ്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും കുറ്റബോധം പ്രകടിപ്പിക്കുന്നവർ നിങ്ങളെ മോശമായി തോന്നിപ്പിക്കുന്നു. നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപകരണമായി അവർ കുറ്റബോധം ഉപയോഗിക്കുന്നു. വ്യക്തമായി ചിന്തിക്കാൻ ബുദ്ധിമുട്ടാക്കുന്ന നെഗറ്റീവ് എനർജി അവർ നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ ഇത്രയുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും നിങ്ങൾ എന്നോട് വേണ്ട എന്ന് പറയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം ത്യാഗം ചെയ്തുവെന്ന് നിങ്ങൾക്കറിയില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എപ്പോഴും പറയും. നിങ്ങളെ ലജ്ജയിലേക്കും അനുസരണയിലേക്കും കൊടുക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ വാചകങ്ങൾ. വൈകാരികമായി നിങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം അവർ കരഞ്ഞേക്കാം. അവർ എന്താണെന്ന് അവരുടെ തന്ത്രങ്ങൾ തിരിച്ചറിയുക.
അവരുടെ വലയിൽ കുടുങ്ങാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ മനസ്സാക്ഷി വ്യക്തമാണെങ്കിൽ നിങ്ങൾ ക്ഷമാപണം നടത്തേണ്ടതില്ല. 5. ത്യാഗപരമായ കുഞ്ഞാടുകൾ, ദ സാക്രിഫിഷ്യൽ ലാംസ്. ഒരിക്കൽ നിങ്ങളെ സഹായിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ ജീവിതകാലം മുഴുവൻ അവരോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന കുടുംബാംഗങ്ങളാണ് ഇവർ. അവർ ഉദാരമതികളായി തോന്നിയേക്കാം, പക്ഷെ അവരുടെ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വർഷങ്ങൾക്കു ശേഷവും അവർ നിങ്ങൾക്കായി ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ആവശ്യപ്പെടാനുള്ള ഒരു ലിവറേജായി അവർ നിങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കൾ ചിലപ്പോൾ ഈ വിഭാഗത്തിൽ പെടാം. അവരുടെ കുട്ടികൾക്കായി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ പിന്നീട് ആ ത്യാഗങ്ങൾ അനന്തമായ ആവശ്യങ്ങൾ ന്യായീകരിക്കുവാൻ ഉപയോഗിക്കുന്നു. ഇത് പ്രത്യേകിച്ച് കുട്ടികളിൽ കുറ്റബോധവും താഴ്ന്ന ആത്മാഭിമാനവും സൃഷ്ടിക്കുന്നു. സ്നേഹവും ദയയും സ്വതന്ത്രമായി നൽകണം. നിയന്ത്രണത്തിനുള്ള ഒരു ഉപകരണമായി അത് ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം നേരത്തെ തന്നെ കെട്ടിപ്പടുക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ഭാവിയിൽ മാനിപ്പുലേഷൻ കാണിക്കാൻ ആർക്കും ഔദാര്യം ഉപയോഗിക്കാൻ കഴിയില്ല. 6. ടോക്സിക് റിലേറ്റീവ്സ്, വിഷം നിറഞ്ഞ ബന്ധുക്കൾ. ആഴത്തിലുള്ള വൈകാരിക മുറിവുകൾ അവശേഷിപ്പിക്കുന്നവരാണ് വിഷകരമായ കുടുംബാംഗങ്ങൾ. അവരുടെ കൃത്രിമത്വം നിങ്ങളുടെ ആത്മാഭിമാനത്തെയും മാനസിക ക്ഷേമത്തെയും നശിപ്പിക്കുന്നു. അവർ ഇപ്പോൾ അടുത്തില്ലെങ്കിലും നശിപ്പിക്കുന്നു. നിങ്ങൾ നിരന്തരമായ നെഗറ്റിവിറ്റിയിലായാൽ അഥവാ നിഷേധാത്മകതയാൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ ആ വിഷലിപ്തമായ അന്തരീക്ഷത്തിന് പുറത്ത് ആരോഗ്യകരമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ പ്രയാസമാകും. ആരെങ്കിലും നിങ്ങളുടെ മനസ്സമാധാനത്തിന് നിരന്തരം കോട്ടം വരുത്തുന്നുണ്ടെങ്കിൽ അവർ മാറാനുള്ള യഥാർത്ഥ സന്നദ്ധത കാണിക്കുന്നതുവരെ മാറി നിൽക്കേണ്ടത് ആവശ്യമായി വന്നേക്കാം. നിങ്ങളെ തന്നെ അകറ്റി നിർത്തുന്നത് വേദനാജനകമാണ്, എങ്കിലും അത് നിങ്ങളുടെ രോഗശാന്തിക്ക് നിർണായകമാണ്. കാലക്രമേണ നിങ്ങൾക്ക് സമാധാനബോധം, വൈകാരിക സ്ഥിരത, ആത്മാഭിമാനം എന്നിവ വീണ്ടെടുക്കുവാൻ കഴിയും. 7. ആക്രമണകാരികളായ അംഗങ്ങൾ, ദി അഗ്രസീവ് മെമ്പേഴ്സ്. ആക്രമകാരികളായ കുടുംബാംഗങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരിലും വിനാശകരമായ സ്വാധീനം ചെലുത്താൻ കഴിയും. അവർ പെട്ടെന്ന് കോപിക്കുന്നവരാണ്, ചിലപ്പോൾ വാക്കുകളാലും ചിലപ്പോൾ ശാരീരികമായും. അവർ ഒരു ടിക് ടൈം ബോംബ് ആകാം. ഈ വ്യക്തികൾ നാടകീയത സൃഷ്ടിക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്കായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഫോടനാത്മകമായ പെരുമാറ്റത്തിൻ്റെ ചരിത്രവും മാറ്റത്തിൻ്റെ ലക്ഷണങ്ങളും അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അകലം പാലിക്കുന്നതാണ് ബുദ്ധി. വ്യക്തമായ അതിരുകൾ പാലിക്കുകയും നിങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോഴും അകലെ നിന്ന് സ്നേഹം കാണിക്കുവാൻ കഴിയും. ഓർമ്മിക്കുക, മാറാൻ ആഗ്രഹിക്കാത്ത ഒരാളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആരോഗ്യകരമായ കാര്യം മാറി നിൽക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതും പരിഗണിക്കുമല്ലോ. കണ്ടതിന് നന്ദി.